നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകൊണ്ട് ഭാങ്കർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ തൃണമൂൽ കോൺഗ്രസ് MLA സൗക്കത്ത് മുല്ലയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സൗക്കത്ത് മുല്ലയെ NIA സംഘം പിടികൂടുന്നത്. തുടർന്ന് കൊൽക്കത്തയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 14 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുകയുണ്ടായി. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മറ്റ് 3 പ്രതികൾ കൂടി നിലവിൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നുണ്ട്. എന്നാൽ പ്രതിഭാഗം അഭിഭാഷകർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും കസ്റ്റഡി കാലാവധി നീട്ടുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. കേസിൽ വാദം പൂർത്തിയാക്കി എങ്കിലും ജഡ്ജി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വൻതോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ ബോംബ് നിർമ്മാണമെന്ന് NIA കോടതിയെ ബോധിപ്പിച്ചു. ഈ വർഷം മാർച്ച് 19-നാണ് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഭാങ്കറിൽ ഭീകരമായ നാടൻ ബോംബ് സ്ഫോടനം ഉണ്ടായത്. വരാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രഹസ്യ താവളത്തിൽ വെച്ച് നാടൻ ബോംബുകൾ നിർമ്മിക്കുന്നതിടെയായിരുന്നു അന്ന് സ്ഫോടനം ഉണ്ടായത് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘത്തിലെ ഒരാളും മറ്റൊരു സ്ത്രീയും കൊല്ലപ്പെടുകയും മറ്റ് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് NIA അന്വേഷണം ഏറ്റെടുത്തത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണങ്ങളിലും സാക്ഷി മൊഴികളിലും നിന്നാണ് പ്രാദേശിക തൃണമൂൽ നേതാവും മുൻ MLAയുമായ സൗക്കത്ത് മുല്ലയിലേക്ക് അന്വേഷണം എത്തുന്നത്. സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനും ബോംബുകൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നതിനും ഇയാൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകിയെന്നാണ് NIA വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ ഭയപ്പെടുത്തുവാനും എതിരാളികളെ അടിച്ചമർത്താനും ഈ ബോംബുകൾ ഉപയോഗിക്കുവാൻ പദ്ധതിയിട്ടിരുന്നതായും കേന്ദ്ര ഏജൻസി വ്യക്തമാക്കി. സൗക്കത്ത് മുല്ലയുടെ അറസ്റ്റ് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ബോംബ് നിർമ്മാണങ്ങൾക്കും ഒത്താശ നൽകുന്നുവെന്ന ആരോപണങ്ങൾക്ക് ഈ അറസ്റ്റ് പുതിയൊരു ആയുധം നൽകിയിരിക്കുകയാണ്. അതേസമയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങളുടെ നേതാക്കളെ രാഷ്ട്രീയമായി വേട്ടയാടാനാണ് BJP ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുമുണ്ട്. എന്നാൽ തൃണമൂലിന്റെ ഭരണകാലത്ത് ബംഗാളിലെ ക്രമസമാധാന തകർച്ചയും നിരന്തരം ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റും ചൂണ്ടിക്കാണിച്ചിരുന്നു. രാഷ്ട്രീയ അക്രമങ്ങളുടെ പേരിൽ കാലങ്ങളായി കുപ്രസിദ്ധി ആർജിച്ച ഭാങ്കർ മേഖലയിൽ മുൻ ജനപ്രതിനിധി തന്നെ ഇത്തരമൊരു സ്ഫോടന കേസിൽ അറസ്റ്റിലായത് തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലൂടെ സ്ഫോടനത്തിന് പിന്നിലെ വലിയ അന്തർ സംസ്ഥാന ശൃംഖലകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് NIA സംഘം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട അപ്രതീക്ഷിത പരാജയവും ഭവാനിപൂർ മണ്ഡലത്തിൽ മമതാ ബാനർജി പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുൻ MLA സൗക്കത്ത് മുല്ലയുടെ അറസ്റ്റ് ബംഗാൾ രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമായ ഒരു ഘട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് അധികാരത്തിലിരുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഔദ്യോഗിക പദവികൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുവാൻ മമതാ ബാനർജിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഭരണം നഷ്ടപ്പെടുകയും സംസ്ഥാനത്ത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്ത പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിശ്വസ്തന്റെ അറസ്റ്റ് മമതാ ബാനർജിയുടെ തന്നെ അറസ്റ്റിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശക്തമായ ആക്കം കൂട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയമായ സംരക്ഷണം നഷ്ടപ്പെടുന്ന ഒരു നേതാവിന് നേരെ അന്വേഷണ ഏജൻസികൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല എന്നത് തന്നെയാണ് ഈ ചർച്ചകൾക്ക് ആധാരം. നിയമപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ അധികാരത്തിലില്ലാത്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നത് അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് മുൻപത്തേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ഭരണഘടനാപരമായ പരിരക്ഷകളോ പ്രോട്ടോകോളുകളോ ഇനി മമതയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കൂടാതെ സംസ്ഥാന പോലീസ് സംവിധാനം ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ കീഴിലായതിനാൽ കേന്ദ്ര ഏജൻസികൾക്ക് സംസ്ഥാനത്തിന്റെ പൂർണ്ണമായ സഹകരണത്തോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഭാങ്കർ സ്ഫോടന കേസിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള സൗക്കത്ത് മുല്ലയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോംബ് നിർമ്മാണത്തിന് പാർട്ടിയിലെ ഏറ്റവും ഉന്നതരിൽ നിന്ന് നേരിട്ട് നിർദ്ദേശമോ സാമ്പത്തിക സഹായമോ ലഭിച്ചിരുന്നു എന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ അത് മമതാ ബാനർജിക്ക് വലിയ നിയമക്കുരുക്കായി മാറും. ക്രിമിനൽ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ നിയമപരമായി മമതയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് മമതാ ബാനർജി നേരിടുന്ന കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തന്നെ ഒരു വലിയ ഗൂഢാലോചനയെ ചിത്രീകരിച്ച് അവർ ഇപ്പോഴും പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഭിന്നതകളും കലാപങ്ങളും ഉയരുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു.
60-ലധികം MLA-മാരും നിരവധി MP-മാരും തൃണമൂൽ കോൺഗ്രസ് വിടാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടിയുടെ മേലുള്ള മമതയുടെയും അനന്തരം അഭിഷേക് ബാനർജിയുടെയും സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു ആഭ്യന്തര തകർച്ചയുടെ സമയത്തുണ്ടാകുന്ന ഓരോ അറസ്റ്റും പാർട്ടിയുടെ ശേഷിക്കുന്ന അടിത്തറയെ കൂടി ഇല്ലാതാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ജനപിന്തുണയും ഭരണസ്വാധീനവും ഒരുപോലെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് മമതയ്ക്ക് മേൽ കൂടുതൽ കർശനമായ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. എന്നിരുന്നാലും മമതാ ബാനർജിയെ പോലൊരു പ്രമുഖ ദേശീയ നേതാവിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് സൃഷ്ടിച്ചേക്കാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും പുതിയ ഗവൺമെന്റും കേന്ദ്ര ഏജൻസികളും ഗൗരവത്തോടെ വീക്ഷിക്കും. തെളിവുകളുടെ പൂർണ്ണമായ പിൻബലമില്ലാതെ ഇത്തരമൊരു നീക്കം നടത്തിയാൽ അത് മമതയ്ക്ക് അനുകൂലമായ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു അറസ്റ്റിനേക്കാൾ ഷൗക്കത്ത് മുല്ലയുടെ കേസിനൊപ്പം മുൻപുള്ള അഴിമതി കേസുകൾ കൂടി പുനരുജ്ജീവിപ്പിച്ച് മമതയെയും തൃണമൂൽ കോൺഗ്രസിനെയും നിയമപരമായി പൂർണ്ണമായും നിഷ്പ്രഭമാക്കാനായിരിക്കും പുതിയ ഭരണകൂടം ശ്രമിക്കുക. ചുരുക്കത്തിൽ മമതാ ബാനർജിക്ക് ഭരണം നഷ്ടപ്പെടുകയും തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുകയും ചെയ്തത് അവരുടെ അറസ്റ്റിനുള്ള സാധ്യതകളെ മുൻപത്തേക്കാൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. നിയമപരമായ തെളിവുകൾ എത്രത്തോളം ശക്തമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ നടപടി. എങ്കിലും രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ കോട്ടകൾ തകർന്ന സാഹചര്യത്തിൽ മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്. വിശ്വസ്തരുടെ അറസ്റ്റും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തകർച്ചയും മമതാ ബാനർജിയെ നിയമത്തിന് മുന്നിൽ കൂടുതൽ ദുർബലയാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.